ശ്രീ പി സി വിശ്വനാഥ്, ഈ വിഷയം ഇന്ന് സഭയിലേക്ക് കൊണ്ടുവന്നത് താങ്കളാണ്. മന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? ഇന്നലെ ഇപ്പോൾ മന്ത്രിസഭാ യോഗം ഒരു തീരുമാനമെടുക്കുകയാണ്. മന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞ മറുപടി എന്താണ് ഈ വില വർധനയുമായി ബന്ധപ്പെട്ട്? ഈ വിഷയം ഇന്ന് കൊണ്ടുവന്നത് ഞാനല്ല. ഈ വിഷയം 2 മാസം മുമ്പ് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. അന്ന് ഈ വിഷയം നമ്മൾ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുന്നുണ്ട്, സപ്ലൈകോയിലെ സബ്സിഡി ഐറ്റങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ പോകുന്നു. അന്ന് നിയമസഭയിൽ മന്ത്രി പറഞ്ഞത് ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, അത് റിപ്പോർട്ട് മാത്രമാണ്, ആ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല, അങ്ങനെ ഗവൺമെന്റിന്റെ ആലോചനയിലില്ല, അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് നിയമസഭയ്ക്കും നിയമസഭ വഴി ജനങ്ങളോടും പറഞ്ഞ ഒരു ഉറപ്പാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ധനകാര്യമന്ത്രിയുടെ ഒരു പ്ലാൻ ബി ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങളൊക്കെ ആശങ്കപ്പെട്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ചേർന്ന ജനദ്രോഹമായ കാര്യങ്ങളാണ് ഈ പ്ലാൻ ബിയിലുള്ളതെന്നാണ്. ഈ പ്ലാൻ ബി ലോക്സഭാ ഇലക്ഷന് ശേഷം നടപ്പിലാക്കും എന്നുമാണ് പറഞ്ഞത്. ഇപ്പം പ്ലാൻ ബി ലോക്സഭാ ഇലക്ഷന് മുമ്പ് തന്നെ പുറത്തെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരൻ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഈ സപ്ലൈകോയിലെ ഇത്തരം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് കൂടി വില വർദ്ധിപ്പിച്ചാൽ ജനത്തിന്റെ ജീവിതം ആകെ ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ പി സി വിശ്വനാഥ്, ഒരു കാര്യം കൂടി, ഇപ്പം ഇത് പ്രാബല്യത്തിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ വന്നിട്ടുണ്ടാകും. 46 ഈ മുളകിനൊക്കെ 46-50 രൂപയ്ക്ക് അടുത്ത് വില കൂടാൻ പോവുകയാണ്. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മന്ത്രി ഇന്ന് പറഞ്ഞു, ഇപ്പൊ 2016 ശേഷം ആദ്യമായിട്ടാണ് സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏകദേശം 1000 കോടിക്കടുത്ത് വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട്, മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ബജറ്റിലാണെങ്കിലും പോലും വലിയ നീക്കിയിരിപ്പുണ്ടായിരുന്നില്ല. അല്ല, അത് 2000 കോടി രൂപ കഴിഞ്ഞ തവണ ഈ മാർക്കറ്റ് ഇന്റർവെൻഷൻ, വിപണിയിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇത്തവണത്തെ ബഡ്ജറ്റില് 1 രൂപ പോലും മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടിയിട്ട് ബഡ്ജറ്ററി സപ്പോർട്ട് ഗവൺമെന്റ് സപ്ലൈകോയ്ക്ക് കൊടുക്കുന്നതിന് പകരം മുഴുവൻ ജനങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഈ ബാധ്യതയുടെ ഭാരം മുഴുവൻ ജനങ്ങൾ വഹിക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. അതല്ലേ ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്.